ഓ അമേരിക്കക്കാരാ, ഓ ഫ്രാൻസുകാരാ, ജർമ്മനിക്കാരാ, റഷ്യക്കാരാ, ചൈനക്കാരാ, ചോദിക്കട്ടെ, ലോകത്തേതെങ്കിലും ഒരു രാഷ്ട്രത്തിൽ ഇതുപോലൊരു അത്ഭുതമുള്ള വെള്ളം ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഫീ ആയാതുൻ ബയ്യിനാതുൻ മഖാമു ഇബ്രാഹീം, വ്യക്തമായ തെളിവല്ലേ? ആർക്കാ നിഷേധിക്കാൻ കഴിയാ? അപ്പൊ നീ മനസ്സിലാക്ക്, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ല, ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതാ മുൻഗാമികളിൽ ഏകദേശം 3000-ഓളം കൊല്ലം മുമ്പ് കഴിഞ്ഞു പോയൊരു ഉപ്പാപ്പ, ആ ഉപ്പാപ്പ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് കാല് തൊട്ട സ്ഥലത്ത് നിന്ന് പൊട്ടിയൊലിച്ചൊരു വെള്ളം, ആ വെള്ളത്തിന്റെ അത്ഭുതം ലോകത്തൊരാൾക്കും അതാ അതിന്റെ അത്ഭുതം പറഞ്ഞു തീർക്കാൻ കഴിയുന്നില്ല. കണ്ട് അനുഭവിക്കുകയെന്നല്ലാതെ നിഷേധിക്കാൻ ഒരു യുക്തിവാദിക്ക് കഴിയുന്നില്ല, നിരീശ്വരവാദിക്ക് കഴിയുന്നില്ല. അതേ അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട ശഅർ മുബാറക്കിന്റെ മഹത്വത്തെ ചോദ്യം ചെയ്യുന്ന യുക്തിവാദി, നിരീശ്വരവാദി, പുത്തൻവാദി അവിടെ നിൽക്കട്ടെ. റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട രോമം, ഈ വെള്ളത്തെ കുറിച്ച് നിനക്ക് എന്ത് പറയാനുണ്ട്? അവിടുത്തെ എത്രയോ മുൻഗാമിയായ ഉപ്പാപ്പയുടെ കാല് തൊട്ട സ്ഥലത്ത് പൊട്ടിയൊലിച്ച ഈ വെള്ളത്തിന്റെ വർധനവിനെ കുറിച്ചും ബറക്കത്തിനെ കുറിച്ചും നിനക്ക് പറയാൻ കഴിയുമോ? നിന്റെ ശാസ്ത്രത്തിന് പറയാൻ കഴിയുമോ? പാറക്കെട്ടുകൾക്കുള്ളിലല്ലേ ഇത് വയലിന്റെ വക്കിനല്ല, പുഴയുടെ വക്കിനല്ല, കടലിന്റെ വക്കിനല്ല. അതേ ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം പോലും മക്കയിൽ പലപ്പോഴും മഴ കിട്ടാറില്ല. അവിടെയുള്ളൊരു കിണറ്റിന്റെ സ്ഥിതിയാണ് പറഞ്ഞത്. അനുഭവം നിഷേധിക്കാൻ കഴിയോ? ഈ അനുഭവങ്ങളെ നിഷേധിക്കാൻ കഴിയോ? ഓ മുസ്ലിമീങ്ങളെ, പലരും ഇറങ്ങി പുറപ്പെട്ട് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വങ്ങളെ ചോദ്യം ചെയ്യുമ്പോ നമ്മുടെ മനസ്സിൽ ഇതൊക്കെ ഓർമ്മയിൽ വരണം. അതിനുവേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത്, അവിടുത്തെ ഉപ്പാപ്പമാര് മുഖേനയുള്ള മുഅ്ജിസത്ത്, സന്താന പരമ്പരകൾ മുഖേനയുള്ള മുഅ്ജിസത്ത്, അഥവാ അവർക്ക് കറാമത്ത് റസൂലുള്ളാഹിക്ക് മുഅ്ജിസത്ത്, സഹാബത്ത് മുഖേനയുള്ള മുഅ്ജിസത്ത്, അങ്ങനെ ആയിരക്കണക്കിന് മുഅ്ജിസത്തുകൾ, അത്ഭുതങ്ങളുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ആ അത്ഭുതങ്ങളൊന്നും തന്നെ അതാ പലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുൻഗാമികളായ അമ്പിയാക്കൾ കാണിച്ചു കൊടുത്ത മുഅ്ജിസത്ത് പലതും ഇപ്പോൾ കാണിച്ചു കൊടുക്കാൻ സാധ്യമല്ല. ചുരുക്കം ചിലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്, അവിടുത്തെ ഉപ്പാപ്പ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാദസ്പർശനമേറ്റ സ്ഥലത്ത് നിന്ന് നിർഗളിച്ച ഈ വെള്ളം അതിന്നും കാണിച്ചു കൊടുക്കാൻ കഴിയുന്നു. അങ്ങനെ വളരെ ചുരുക്കമേ കാണിക്കാൻ കഴിയൂ. എന്നാൽ ഇനിയും പറയട്ടെ, ഞാൻ പറഞ്ഞാൽ നീണ്ടുപോകും. കുറെ കാലം ഒരു മുഅ്ജിസത്ത് നിലനിൽക്കുന്നു, പിന്നെ അതില്ലാതെയായി പോകുന്നു. അങ്ങനെയുമുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് പറഞ്ഞു, ബറക്കത്തിന് വേണ്ടി നബിയേ, എനിക്ക് ബറക്കത്തിന് വേണ്ടി അതാ ഒരു ചെറിയ സഞ്ചിയിൽ ഒരൽപ്പം കാരക്ക ബറക്കത്തിന് വേണ്ടി ഒന്ന് വാങ്ങിയിട്ട് ബറക്കത്ത് നേർന്നിട്ടൊന്ന് തരണം. വാങ്ങിയിട്ടങ്ങ് കൊടുത്തു. അതേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അത് അരയിൽ കെട്ടി തൂക്കി. മഹാനവറുകൾ പറയുന്നു, എപ്പ കൈയിട്ടാലും കാരക്ക കിട്ടും. ഒറ്റ കാരക്കയും അങ്ങോട്ട് കൊണ്ടുപോയി ഇടേണ്ടതില്ല. എപ്പ കൈയിട്ടാലും കാരക്ക കിട്ടും. അങ്ങനെ കിൻഡൽ കണക്കിന് കാരക്ക ഞാൻ എന്റെ അരയിൽ തൂക്കി വെച്ച സഞ്ചിയിൽ നിന്ന് ഞാൻ എടുത്തു. ആ കാരക്ക അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് നിലനിന്നു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നിലനിന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും നിലനിന്നു. പക്ഷേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും ഈ മുഅ്ജിസത്ത് നിലനിന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ തലവെട്ടി കൊന്നുപോയി. തീവ്രവാദികളാണ് കൊന്നത്. മുസ്ലിം പേരിൽ തന്നെ വന്ന തീവ്രവാദികളാണ് കൊന്നത്. നിയമം കയ്യിലെടുക്കാൻ രംഗത്ത് വന്നവരാണ് കൊന്നത്. ഖുർആൻ ഓതുമ്പോഴാ കൊന്നത്. സുബ്ഹാനല്ലാഹ്. സൽക്കർമ്മം മാത്രം ചെയ്ത് ജീവിച്ച മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അവർ കുറ്റപ്പെടുത്തിയില്ലേ? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി ഒരു വാളൂരിയില്ലേ? സുബ്ഹാനല്ലാഹ്. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നില്ലേ? മുസ്ലിം തീവ്രവാദികളല്ലേ?
അങ്ങനെ തീവ്രവാദികൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കാത്തത് കൊണ്ട് തീവ്രവാദത്തിന്റെ പിൻബലം കൊണ്ട് കൊന്നപ്പോൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന് എന്റെ കാരക്കയും വേഗം നഷ്ടപ്പെട്ടു പോയി, പിന്നീട് അത് ലോകത്തെവിടെയും കണ്ടിട്ടില്ല, ആ മുഅ്ജിസത്ത് പിന്നെ കാണുന്നില്ല. ലിന്നാസി ഹമ്മും വലി ഫിൽ യൗമി ഹമ്മാനി ഹമ്മുൽ ജിറാബി വഹം മുശൈഖി ഉസ്മാനി. ജനങ്ങൾക്കൊക്കെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട ദുഃഖമാണെങ്കിൽ എനിക്കിന്ന് രണ്ട് ദുഃഖമാണ്. റസൂലുള്ള ബറക്കത്ത് നേർന്നു തന്ന വലിയ മുഅ്ജിസത്തിന്റെ സഞ്ചി അത് കാണാതെ പോയി, ആർക്കും പിന്നെ അത് കിട്ടിയിട്ടില്ല. ആ മുഅ്ജിസത്ത് അവിടെ അങ്ങ് നിലച്ചുപോയി. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ അല്ലാഹുവിന്റെ റസൂൽ അതാ ആയിഷ ആട്ടിന്റെ കുറ എടുത്തുകൊണ്ടുവാന്ന് പറഞ്ഞു. കുറവ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, ആട്ടിന്റെ കുറ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, ആട്ടിന്റെ കൈ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഏറ്റവും നല്ല രുചിയുള്ള ഭാഗം എടുത്തോണ്ട് കൊണ്ടുവന്നു, ഒരു കൈ കൊണ്ടുവന്നു. അപ്പൊ പിന്നെ എടുത്തോണ്ടാ പിന്നെ കൊണ്ടുവന്നു. പിന്നെ നബിയെ ആട്ടിന് കൂടുതൽ ഉണ്ടാവും, അതിൽ കൂടുതൽ ഉണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പൊ റസൂൽ എന്താ പറഞ്ഞത്? നീ ഞാൻ പറഞ്ഞപ്പോ അങ്ങനെ തന്നെ പോയിട്ടുണ്ടെങ്കിൽ പോകുമൊക്കെ കിട്ടേ, ഇത് പറഞ്ഞോടുകൂടി പോയി, ഇത് പറഞ്ഞതോടുകൂടി പോയി. അപ്പൊ നിങ്ങൾ കണ്ടോ, ചില മുഅ്ജിസത്ത് വേണ്ടാത്ത പറഞ്ഞാ നിന്നു, ചില ഭർത്താനം കൊണ്ട് മുഅ്ജിസത്തുന്നു, അത് പറഞ്ഞതുകൊണ്ട് ഉണ്ടാവോ ചോദിച്ചുകൊണ്ട് നിന്നു പോയത് ആ മുഅ്ജിസത്ത്. പിന്നെ കൂടുതൽ കണ്ടില്ല, ഉണ്ടാവില്ല. അപ്പൊ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞ വലിയൊരു വിഷയ, അതിനെപ്പറ്റി അറിയാത്തവൻ എന്താ മുഅ്ജിസത്ത് കാണിച്ചാൽ ചോദിച്ചാൽ പറ്റൂല, അങ്ങനെ കാണിക്കാൻ പറ്റുന്ന സംഗതിയല്ല മുഅ്ജിസത്ത്. മുഅ്ജിസത്തിന് വലിയ വിഷയമുണ്ട്, അതിരിക്കട്ടെ, ഞാനതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ഖിയാമത്ത് നാൾ വരെ സർവ്വജനങ്ങളെയും വെല്ലുവിളിക്കാൻ ഒരു മുഅ്ജിസത്തുണ്ട്, അതാണ് ഖുർആൻ. അതേ ബദ്ദത് ബാരത്തുഹാ ദവമു അരിളിഹാ റദ്ദൽ ഗയൂരി യദൽ ജനിയനിൽ ഹുറുമി. ഈ ഖുർആനിലുള്ള ഏറ്റവും ചെറിയൊരു സൂറത്ത് പോലെ ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരാൻ ആർക്കെങ്കിലും കഴിയുമോ? ഇത് മുഅ്ജിസത്തോടുള്ള വെല്ലുവിളിയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഇന്നും മുസ്ലിം പണ്ഡിതന്മാർ അവിടുത്തെ അനന്തരക്കാരായി വെല്ലുവിളിക്കുന്നു. ലോകത്താർക്കെങ്കിലും ഖുർആനിൽ ഒരു സൂറത്ത് പോലെ ഒരു സൂറത്ത് കൊണ്ടുവരാൻ കഴിയുമോ? ഇന്ന് വരെ കൊണ്ടുവരാൻ കഴിയില്ല. ഒന്ന് ഖുർആൻ, അതാ അല്ലാഹു പറഞ്ഞു അല്ലമൽ ഖുർആൻ, ഖുർആനിനെ അടയാളമാക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾക്കൊക്കെ വെല്ലുവിളിക്കാനുള്ള മുഅ്ജിസത്ത് ഖുർആനാ. ഖുർആൻ വെച്ച് വെല്ലുവിളിച്ചോ, അത് അടയാളം. അല്ലമൽ ഖുർആൻ, ഖുർആനിനെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. അല്ലമൽ ഖുർആൻ. ഇനിയോ ആ ഖുർആനുള്ള ആശയങ്ങൾ, ഖുർആനിലെ ആശയങ്ങൾ പറഞ്ഞാലുണ്ടോ തീരുന്നു, അവിടെ പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുന്നു. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദജിം മിനൽ നുലമി വബിത തർഖൈല അനിൽ തമൻസിലതൽ മിൻ ഖാബി ഖൗസൈനി ലം തുദ്റക് വലം തുറമി. ചൊല്ലിക്ക മദീനയിലേക്ക് ഒരു സ്വലാത്ത്. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ഒരു യാത്ര. എങ്ങനെ യാത്ര ചെയ്തത്? കോടികൾ കൊടുത്താൽ കിട്ടാത്ത ഒരു വാഹനത്തിൽ. ചിലർക്ക് ഏതൊക്കെ മൊയ്ലിയാരോ നല്ല വണ്ടി പോകുമ്പോൾ വല്ലാത്ത വിഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോടികൾ കൊടുത്താൽ കിട്ടാത്ത ഒരു വാഹനത്തിൽ, ആരും കാണാത്ത, ആർക്കും കിട്ടാത്ത ഒരു വാഹനത്തിൽ. കാരണം അത്രയും സ്പീഡ് പോകേണ്ട സമയമാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള വണ്ടി വേണം. വളരെ സ്പീഡിലുള്ള യാത്ര മസ്ജിദുൽ അഖ്സയിൽ. അവിടെ പോകുമ്പോൾ മൂസാ നബിന്റെ ഖബറൊന്ന് സിയാറത്ത്. പള്ളി ചെന്ന് അവിടുന്ന് ഇമാമായി നിസ്കരിച്ചു നോക്കുമ്പോ ഖബറിലുള്ള അമ്പിയാക്കളൊക്കെ വന്നിട്ട് ബാക്കിൽ നിന്ന് തുറന്ന് നിസ്കരിക്കും. ഇതൊന്നും ഇപ്പൊ പുത്തൻബാജിയൊക്കെ ശരിയാവില്ലട്ടോ, മരിച്ചോലോ നീറ്റ് വരികയെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഞങ്ങൾ മുസ്ലിമുകൾ വിശ്വസിക്കും, പുത്തൻബാജികൾ എന്താക്കും നമുക്കറിയില്ല. അപ്പോ എന്ത് അമ്പിയാക്കൾ വന്ന് തുറന്ന് നിസ്കരിക്കും. നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോ അമ്പിയാക്കളോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു, മുർസലീങ്ങളോട് ചോദിക്കാൻ ചോദിക്കൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് മേൽപോട്ടി. അതോ പുത്തൻബാജികൾ
വെക്കണ്ട, മരിച്ചവരോട് ചോദിച്ചുകൂടാൻ പറയും. അള്ളാഹ്ക്ക് പറ്റിപ്പോയി, അബദ്ധം പറ്റിപ്പോയി ചിലപ്പോൾ അവർ പറഞ്ഞു തരും. ഇരിക്കട്ടെ, അങ്ങനെ ചെയ്തു. മേൽപോട്ടെ ആ പോക്ക് പോയിട്ട് എവിടെയൊക്കെ പോയി? ഖുർആൻ തന്നെ സാക്ഷീകരിക്കുന്നു.